വർഷം 2011. 10ാം ക്ലാസ് ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന സമയം. എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടിയതുകൊണ്ട് തന്നെ അതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം. ഡ്രീം ജോബ് എന്താണെന്നൊക്കെ ആരെയിലൊക്കെ ചോദിക്കുമ്പം ചുമ്മാ രസത്തിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുമായിരുന്നു. അങ്ങനെ വലിയ ഐഡിയ ഉണ്ടായിട്ടൊന്നുമല്ല. അത്യാവശ്യം സാലറി ഒക്കെയുള്ള സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ജോലി വേണം. പിന്നെ കമ്പ്യൂട്ടറിനോടും താല്പര്യമുണ്ട്. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതാരാ? എഞ്ചിനീയറിങ്ങിന് ഇപ്പോൾ തീരെ സ്കോപ്പില്ല ഇല്ലേ? അയ്യോ, ഡോക്ടർ ആയിക്കോ, നല്ല സ്കോപ്പാണ്. ആണോ? ഓക്കെ, ഡൺ. അപ്പോൾ ഡ്രീം ജോബ് ഡോക്ടർ. അതിന് വേണ്ട പ്ലാൻ ഉണ്ടോ? എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നെങ്കിലും വീട്ടുകാർക്ക് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. അവരൊരുപാട് കഷ്ടപ്പെട്ട് റിസൾട്ടിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചത്. അവിടെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെൻറ്ററിൻ്റെ ക്ലാസ്സുകളും കിട്ടും. എല്ലാ വർഷവും മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എൻട്രൻസിലെ ടോപ്പേഴ്സൊക്കെ ആ സ്കൂളിൽ നിന്ന് വരാറുണ്ട്. കൂടുതലൊന്നും ആലോചിക്കാനില്ലായിരുന്നു. നേരെ പെട്ടിയും കിടക്ക എടുത്ത് വിട്ടു കോട്ടയം. അവിടെ ഹോസ്റ്റലിൽ ചെന്ന് ഇറങ്ങി. ഹോസ്റ്റലിൽ പതുക്കെ സെറ്റിലായി. ആദ്യമായിട്ടാണ് വീട് വിട്ട് നിൽക്കുന്നത്. ഹോസ്റ്റലിൽ ഒരുപാട് വലിയ സൗകര്യമൊന്നുമില്ല. ബട്ട് ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്തില്ല. ബിക്കോസ് ഐ വാസ് എക്സൈറ്റഡ്. അന്ന് വരെ ഞാൻ ജീവിതത്തിൽ ഒരു കാര്യത്തിനും വേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ദിസ് വാസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. അടിപൊളി സ്കൂളാണ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണെന്ന് പറയപ്പെടുന്നു. പോരാത്തതിന് വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചത്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ വേസ്റ്റ് ആക്കി കളയാൻ പറ്റത്തില്ല. അതിന് പുറമെ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാനും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. സോ ഐ വാസ് റെഡി ടു വർക്ക് ഹാർഡ്. അങ്ങനെ +1 ആദ്യത്തെ ദിവസം എത്തി. ടീച്ചേഴ്സൊക്കെ ഓരോരുത്തരായിട്ട് അവരുടെ ഇൻട്രൊഡക്ടറി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. നമ്മുടെ ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഇനി പഠിപ്പിക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങി. അപ്പം അതിന് ക്ലാസ്സിലെ ഒരു 15 പേരും ഉത്തരം പറഞ്ഞു. ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഞാൻ ഒരുപാട് ബാക്കിലാണ്. പക്ഷേ അതെന്നെ തളർത്തിയൊന്നുമില്ല. കാരണം മോട്ടിവേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് ആയിരുന്നു. ആൻഡ് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. അങ്ങനെ പട്ടാപ്പകലോട്ട് പാതിരാത്രി വരെ ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ലീവ് കിട്ടി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് KSRTC ബസ്സിലിരുന്ന് വരെ പഠിക്കാൻ തോന്നിയിട്ട് ബുക്ക് എടുത്ത് മറിച്ചു തുടങ്ങി. 10 മിനിറ്റ് കഴിയുമ്പോൾ തല വേഞ്ചിട്ട് ബുക്ക് തിരിച്ചടച്ചു വെച്ചു. പക്ഷേ ദ പോയിന്റ് ഇസ് ഐ വാസ് വർക്കിംഗ് ഹാർഡ്. അങ്ങനെ 2 മാസം കഴിഞ്ഞു. ആദ്യത്തെ എക്സാംസ് ഒക്കെ വന്നു. ഞാൻ ഉദ്ദേശിച്ച അത്ര നന്നായിട്ട് എഴുതിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി. ആൻഡ് പതുക്കെ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങി. ആദ്യം കിട്ടിയത് മാത്സിൻ്റെ പേപ്പർ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് തോക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ജസ്റ്റ് പാസ്സേ ഉള്ളൂ. ബട്ട് ഇറ്റ് വാസ് ഫൈൻ. ഈ ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലോട്ട് എത്തിയ ഒരുപാട് കഥകൾ നമ്മളും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അടുത്ത പ്രാവശ്യം പിടിക്കാം. എൻ്റെ സ്ട്രാറ്റജി സിമ്പിളായിരുന്നു, കുറച്ചും കൂടെ എഫേർട്ട് ഇല്ല. അങ്ങനെ പഠിക്കുന്നതിൻ്റെ സമയം കൂട്ടി. അടുത്ത എക്സാം വന്നു, അതിൻ്റെ റിസൾട്ടും കിട്ടി. മോട്ടിവേഷൻ ലേശം കുറഞ്ഞെങ്കിലും പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു. അധികം വൈകാതെ അത് സംഭവിച്ചു. ബേൺ ഔട്ട്. തുടക്കത്തിലുണ്ടായിരുന്ന ആ കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ പോയി. ഇതൊക്കെ സ്കൂളിലെ കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻട്രൻസ് കോച്ചിങ്, നീറ്റ് കോച്ചിങ് നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ കാര്യം ഇതിലും ദയനീയമായിരുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷകളോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ 16 വയസ്സുകാരൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇറ്റ് ഡിഡ്ന്റ് മേക്ക് എനി സെൻസ് ബിക്കോസ് ഐ ട്രൈഡ് ഹാർഡ് ബട്ട് നത്തിങ് ഹാപ്പൻഡ്. +1 എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് പാസ്സായി. +2 എത്തിയപ്പോഴേക്കും ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, +2 ഫൈനൽ ബോർഡ് എക്സാമിന് ഒരു ഡീസൻറ്റ് മാർക്കോട് കൂടെ പാസ്സാകണം. ഇത്ര കഷ്ടപ്പെട്ട് ഈ സ്കൂളിൽ വന്ന് പഠിച്ചിട്ട് അവസാനം +2 ഫെയിൽ ആകുന്ന ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നീറ്റ് പ്രിപ്പറേഷനൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞു. താങ്ക്ഫുള്ളി അവിടെ ഹോസ്റ്റലിൽ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് പഠിച്ച് അവസാനം +2ന് നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് വന്ന നീറ്റ് എക്സാം കഴിഞ്ഞു. ബട്ട് +2 ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയതോടെ പഴയ ആ കോൺഫിഡൻസും മോട്ടിവേഷനൊക്കെ വീണ്ടും തലപൊക്കി തുടങ്ങി. അങ്ങനെ നീറ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. റിപ്പീറ്റ് ചെയ്യാൻ ചെന്നപ്പം എവറിത്തിങ് വെന്റ് അക്കോർഡിംഗ് ടു പ്ലാൻ. ഞാൻ +1 സ്റ്റാർട്ടിങ്ങിൽ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അതുപോലെയൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ സംഭവിച്ചു. ബേസിക്കലി ഞാൻ പഠിക്കുന്നതിൻ്റെ എഫക്റ്റ് റിസൾട്ടിൽ കാണാൻ തുടങ്ങി. സോ വാട്ട് ചേഞ്ച്ഡ്? +1 എൻ്റെ സ്ട്രാറ്റജി വളരെ സിമ്പിളായിരുന്നു, ഹാർഡ് വർക്ക്. പക്ഷേ ഞാൻ ഹാർഡ് വർക്കായിട്ട് കൺസിഡർ ചെയ്തത് ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്നിരുന്ന് പഠിക്കുന്ന സമയത്തെ മാത്രമായിരുന്നു. അതിൻ്റെ ഒപ്പം കൂടുതൽ സമയം പഠിച്ചാൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
ഇങ്ങനെ ചെയ്തതുകൊണ്ട് ബാക്കി 2 കാര്യങ്ങൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്തില്ല. ആദ്യത്തെ കാര്യം സ്ലീപ്പ്. 10ാം ക്ലാസ് വരെ എല്ലാ ദിവസവും മിനിമം ഒരു 7-8 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ +1 എത്തിയപ്പോഴേക്കും പെട്ടെന്ന് അത് 6 മണിക്കൂർ താഴെയായി. പിന്നെ അങ്ങോട്ട് പതുക്കെ അത് 5 മണിക്കൂറായി, പതുക്കെ 4 മണിക്കൂറായി, ഇടയ്ക്ക് കുറച്ച് കാലം അതിലും താഴെയായി. ഹോസ്റ്റലിൽ ഒരുപാട് പേര് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അതും എൻ്റെ ഉറക്കം കുറയ്ക്കാൻ ഒരു കാരണമായി. ബട്ട് ദിസ് വാസ് എ മിസ്റ്റേക്ക് ബിക്കോസ് ഐ വാസ് നോട്ട് ഹെൽപ്പിംഗ് മൈസെൽഫ്. ഇങ്ങനെ ഉറക്കം കുറഞ്ഞതിൻ്റെ എഫക്റ്റ് അടുത്ത ദിവസത്തെ ക്ലാസ്സിനെയും ബാധിച്ചു തുടങ്ങി. ചിലപ്പം 1 മണിക്കൂർ സമയം ഉറക്കം കുറച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷേ അത് കാരണം അടുത്ത ദിവസത്തെ മുഴുവൻ ക്ലാസ്സും ഉറക്കം തൂങ്ങിപ്പോയിട്ടുണ്ട്. സോ ഇൻ ഇഫക്റ്റ് ഒരു ദിവസത്തെ പകുതി കൂടുതൽ സമയവും വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പം ഐ വാസ് ട്രൈയിങ് മൈ ബെസ്റ്റ്. ഇങ്ങനെ മുമ്പോട്ട് പോയതുകൊണ്ട് റിസൾട്ടിൽ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നില്ല. പതുക്കെ ഈ എക്സാമിനെ തന്നെ പേടിയായി തുടങ്ങി. കാരണം ഓരോ പ്രാവശ്യം മാർക്ക് പറയുമ്പോഴും അത് വീട്ടിൽ വിളിച്ച് പറയുന്ന ആലോചിക്കുമ്പോഴും അതുപോലെ ഹോസ്റ്റൽ വാർഡൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഈ എക്സാം എന്ന് പറയുന്നത് ബിക്കെയിം എ തിങ് ഐ വാസ് എഫ്രെയ്ഡ് ഓഫ്. ആ ഒരു സ്ട്രെസ്സും പഠിത്തത്തെ ബാധിച്ചു. അങ്ങനെ ഉള്ള കൺസിസ്റ്റൻസിയും കൂടെ ഇല്ലാതായി. റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പം ഞാൻ ഒരു കാര്യം മാത്രമേ മാറ്റിയുള്ളൂ, ഉറക്കം നോർമലാക്കി. കാരണം ഉറക്കം കുറച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കഴിഞ്ഞ് 2 വർഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു 6-7 മണിക്കൂർ ഉറങ്ങുന്ന രീതിയിൽ ഉറക്കം ഒന്ന് ഫിക്സ് ചെയ്തു. ആദ്യം നടന്ന വീക്കിലി എക്സാമിന് തന്നെ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടി. അതിൻ്റെ കാരണം ഞാൻ ഇതിന് മുമ്പ് കോച്ചിങ് ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ്. ഈ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ചെറിയ ശീലം ഉള്ളതുകൊണ്ട് ഇനിഷ്യലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള മെജോറിറ്റി ആൾക്കാരും ആദ്യമായിട്ടാണ് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. സോ +1 എൻ്റെ അവസ്ഥ എന്തായിരുന്നു, അത് നേരെ റിവേഴ്സായി. തുടക്കത്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് എൻ്റെ സ്റ്റഡി പ്ലാനിൽ വലിയ ചേഞ്ച് ഒന്നും വരുത്തണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് സ്ലീപ്പ് ഷെഡ്യൂൾ കൺസിസ്റ്റൻ്റ് ആയി. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്നതൊക്കെ വളരെ കുറഞ്ഞു. ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിക്കുന്നതുകൊണ്ട് തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് പഠിക്കുന്നതും കൂടുതൽ എളുപ്പമായി തുടങ്ങി. പണ്ടത്തെ അത്രയും തന്നെ സ്റ്റഡി ടൈം ഇല്ലായിരുന്നെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ തുടങ്ങി. ഐ ബിക്കെയിം മോർ എഫിഷ്യൻറ്റ്. ഇങ്ങനെ പഠിച്ചു തുടങ്ങിയതോടെ റെഗുലറായിട്ട് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി. ആൻഡ് പതുക്കെ എക്സാം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് മാറി. റാങ്ക് ലിസ്റ്റ് പേര് വരുന്നതും നല്ല റിസൾട്ട് കിട്ടിയിട്ട് അത് വീട്ടിൽ വിളിച്ച് പറയുന്നതൊക്കെ ആലോചിക്കുമ്പം ഒരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടിയിട്ട് അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാൻ അതൊരു മോട്ടിവേഷനായി മാറി. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫീലിംഗ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഈ ഒരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്കും ഇത് പോസിബിളാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, ഓരോ ദിവസത്തിനും 3 ഭാഗങ്ങളുണ്ട്: സ്ലീപ്പ്, വർക്ക് ആൻഡ് കൺസോൾട്ടേഷൻ. ഈ 3 കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഈ 3 കാര്യങ്ങൾക്കും കൊടുക്കുന്ന പ്രയോറിറ്റി അല്ലെങ്കിൽ ഈ 3ൻ്റെയും ബാലൻസ്, അതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ 3 കാര്യങ്ങളുടെ ബാലൻസ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ റിതം. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ ഉപയോഗിച്ചത്. ബട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് ഉറക്കമാണ്. സോ നമുക്ക് അത് വെച്ച് തുടങ്ങാം. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി: ബിക്കം എ പ്രൊഫഷണൽ സ്ലീപ്പർ. നിങ്ങൾ ബ്രയൻ ജോൺസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലൊക്കെ വന്ന് ന്യൂസിലൊക്കെ വന്നതാണ്. ബേസിക്കലി ഹീസ് എ മൾട്ടി മില്യനെയർ ഹു ഈസ് ട്രൈങ് ടു ലിവ് ഫോർ എവർ. മരണത്തെ തോപ്പിക്കാൻ വേണ്ടി ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളും പല എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തു പോകുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ചെയ്യുന്ന മിക്ക കാര്യങ്ങളും നമുക്കത്ര പ്രാക്ടിക്കലൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഷെയർ ചെയ്ത ഒരു ഐഡിയ ആണ് ഈ പ്രൊഫഷണൽ സ്ലീപ്പർ. സംഭവം ഇത്രയേ ഉള്ളൂ: ഉറക്കത്തെ ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 8 മണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 8:30 വരെ ഫോൺ നോക്കിയിരിക്കത്തില്ലല്ലോ. ഒരു 7:50 ആകുമ്പോഴെങ്കിലും ക്ലാസ്സിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങും. ഇനി അതല്ല 8:30 വരെ ഫോൺ നോക്കിയിട്ടാണ് ക്ലാസ്സിൽ പോകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാകും. ഈ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിലും വരുത്തുക. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ ഒരു ടൈം അങ്ങ് ഫിക്സ് ചെയ്യുക. അത് എപ്പോഴാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് കൃത്യം ആ സമയമാകുമ്പോഴേക്കും ബാക്കി എല്ലാ പണികളും നിർത്തി ലൈറ്റ് ഓഫ് ആക്കി കിടന്നിട്ടുണ്ടാകണം. ഇപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഇല്ലാത്ത ആളാണെങ്കിൽ അങ്ങ് കിടക്കുമ്പോഴേ നേരെ ഉറക്കമൊന്നും വരത്തില്ല. ബട്ട് ദാറ്റ്സ് ഫൈൻ. ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് ശരിയായിക്കോളും. സാധാരണ നമ്മളൊക്കെ രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയാണ് അലാറം വെക്കാറ്. ഇനി മുതൽ നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്തിനും ഒരു അലാറം വെക്കുക. അത് കൺസിസ്റ്റൻ്റ് ആയാൽ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയവും റെഗുലർ ആയിക്കോളും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക. ഈ ആവശ്യത്തിനെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് ആയിരിക്കും. ബട്ട് ഒരു 6 to 8 hours ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് പേർക്ക് ഇത്രയും സമയം ഉറക്കത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും സാഹചര്യം കാരണമൊക്കെ ഇത്രയും സമയം ഉറക്കത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ റെഗുലാരിറ്റി മാക്സിമം ഒന്ന് കീപ്പ് ചെയ്യാൻ നോക്കുക. അതേപോലെ ഒരു 6+ hours ഒക്കെ ഉറങ്ങാൻ സാഹചര്യം ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊരു വലിയ പ്രിവിലേജാണെന്ന് മനസ്സിലാക്കുക, അത് ഉപയോഗിക്കുക. നമ്മൾ ഉറക്കം കുറച്ചതിൻ്റെ പേരിൽ ഒരു അഡ്വാൻറ്റേജും കിട്ടാൻ പോകുന്നില്ല. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
ബട്ട് ഈ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ തന്നെ ഒരു വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസിയിൽ കാണാൻ പറ്റും. ഇതോടൊപ്പം ഉറക്കത്തിന് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള 2 മണിക്കൂറിൽ ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അതുപോലെ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പോ അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ എല്ലാം ഓഫാക്കി മാറ്റി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് റൂം മാക്സിമം ഡാർക്ക് ആക്കി വെക്കുക. അതുപോലെ റൂമിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളും ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഈ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ട് പഠിത്തത്തെക്കുറിച്ചോ എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈഫിലെ സ്ട്രെസ്സുകളെ കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം കളയാതിരിക്കുക. നമുക്ക് ആ വരുന്ന ഫീലിങ്സ് ഒക്കെ റെലവൻ്റ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഉറക്കമില്ലാതെ മനുഷ്യന്മാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതെല്ലാം കൂടെ ആലോചിക്കുന്നത് വെറും വേസ്റ്റ് ഓഫ് ടൈമാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചിന്തകളും സംശയങ്ങളൊക്കെ പകൽ സമയത്തേക്ക് മാറ്റി വെച്ച് ശീലിക്കണം. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ദിവസത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഉറക്കം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇന്ന് മുതൽ ബിക്കം എ പ്രൊഫഷണൽ സ്ലീപ്പർ. ഇതുകൊണ്ടുള്ള ഗുണം ഒറ്റയടിക്ക് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യത്തില്ല, ബട്ട് വിത്തിൻ എ വീക്ക് യു വിൽ ഫീൽ ചേഞ്ചസ്. അടുത്ത പാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ബോണസ് ടിപ്പും കൂടെ തരാം. ഇത് വർക്ക് ചെയ്യുമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷെ കഴിഞ്ഞ വർഷം കുറേ പേർക്ക് ഇത് എഫക്റ്റീവ് ആയായിരുന്നു. സോ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടും. കാരണം ദിസ് ഈസ് ദ പാർട്ട് വേർ വി ഡു ഓൾ ദ ഹാർഡ് വർക്ക്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഹാർഡ് വർക്കിൻ്റെ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ടൈം തന്നെയാണ്. ബട്ട് ഇപ്പം എക്സാം സീസൺ ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇപ്പം റിവിഷൻ ഫേസിലായിരിക്കും. ഇവിടെയും 2 പാർട്ടുണ്ട്. ഒരു മെജോറിറ്റി ഗ്രൂപ്പും ഉണ്ട്, ഒരു മൈനോറിറ്റി ഗ്രൂപ്പും ഉണ്ട്. ഫോർ മെജോറിറ്റി ഓഫ് യു, നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടും ഏറ്റവും പ്രൊഡക്റ്റീവ് ആകുന്ന സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയമായിരിക്കും. കുറച്ച് പേരെ സംബന്ധിച്ച് അവർ ഏറ്റവും പ്രൊഡക്റ്റീവ് ആകുന്നത് ഈവനിങ് നൈറ്റ് ടൈമിലായിരിക്കും. സോ നിങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഏതാണോ ആ ടൈം ഈ ഹാർഡ് വർക്ക് പാർട്ടിന് വേണ്ടി സെലക്ട് ചെയ്യുക. ഈ പാർട്ടിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 8 to 9 hours അല്ലെങ്കിൽ 1/3 ഓഫ് ദ ഡേ ആയിരിക്കും. നിങ്ങളുടെ ഒരു ദിവസത്തെ 75% ഓഫ് വർക്കും ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ടിലാണ്. സോ ദ മെയിൻ ഗോൾ ഓഫ് ദിസ് പാർട്ട് ഈസ് എഫിഷ്യൻസി. ഒട്ടും സമയം കളയാതെ മാക്സിമം പഠിക്കുക അല്ലെങ്കിൽ മാക്സിമം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൻ്റെ നമ്മൾ ലക്ഷ്യമാക്കി വെക്കേണ്ടത്. എന്ന് വെച്ച് 8-9 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഇടയിൽ റെഗുലർ ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ബ്രേക്കൊക്കെ എടുക്കണം. ഇടയ്ക്ക് ഫുഡിനുള്ള ബ്രേക്കൊക്കെ എടുക്കണം. ദീസ് ബ്രേക്സ് ആർ നെസസറി ഫ്യൂവൽ ഫോർ കൺസിസ്റ്റൻറ്റ് വർക്ക്. നമ്മൾ ഈ എടുക്കുന്ന ബ്രേക്ക് നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടും നീളം കൂടി പോയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. ഓക്കെ, സോ ഈ 8-9 മണിക്കൂർ മാക്സിമം എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം നിങ്ങളുടെ മോർണിംഗ് റുട്ടീനാണ്. നിങ്ങൾക്ക് ഒരു ദിവസം വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള എനർജി മൊത്തം നിങ്ങളുടെ ബോഡിയിലെ ഒരു ചെറിയ ബാറ്ററി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുക എന്ന് വിചാരിക്കും. എല്ലാ ദിവസവും അതിനെ നിങ്ങൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആവശ്യത്തിന് ഉറക്കം കിട്ടിയാൽ തന്നെ അതിൻ്റെ ഒരു 80 to 90% ചാർജ് ആകും. ബാക്കി 10 to 20% ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മോർണിംഗ് റുട്ടീനിൽ വരുന്നത്. അതിൽ മെയിനായിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഗെറ്റ് 5 minutes ഓഫ് സൺലൈറ്റ് എക്സ്പോഷർ, 10 minutes ഓഫ് എക്സർസൈസ് ആൻഡ് ഹൈഡ്രേഷൻ. നല്ലോണം വെള്ളം കുടിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് മെഡിറ്റേഷനും അല്ലെങ്കിൽ പ്രെയറൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ചായയും കാപ്പിയും കുടിക്കുന്നവരാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ബാറ്ററി കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആവും. ഈ എനർജി കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ഒരു 8 മണിക്കൂറിൽ നമ്മൾ യൂസ് ചെയ്ത് തീർക്കണം. സോ അത്രയും ആക്റ്റീവായിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പ്രശ്നമാണ്, ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും. ചില ദിവസം പഠിക്കാൻ നല്ല മൂഡായിരിക്കും, ചില ദിവസം ഒട്ടും പഠിക്കാൻ തോന്നുന്നേ ഉണ്ടാവില്ല. ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഉറക്കവും അതുപോലെ ഈ മോർണിംഗ് റുട്ടീനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ തിങ്സ് വിൽ ബിക്കം എ ലോട്ട് മോർ ഈസിയർ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവോയ്ഡ് ഡൂയിങ് എനിത്തിങ് ദാറ്റ് ബ്രിങ്സ് യു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. പലപ്പോഴും നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്ക് വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ച് മടുക്കുമ്പോഴോ പെട്ടെന്ന് നമുക്ക് ഫോൺ നോക്കാനും സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സും ജങ്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ടെംപ്റ്റേഷനൊക്കെ വരും. ബേസിക്കലി നമ്മുടെ ബ്രെയിൻ കുറച്ച് അൺകംഫർട്ടബിൾ ആകുമ്പോഴേക്കും പെട്ടെന്ന് എവിടെയെങ്കിലും കുറച്ച് ഡോപ്പമിൻ കിട്ടുമെന്ന് തപ്പി ഇറങ്ങുന്നതാണ്. ഇന്നത്തെ കാലത്ത് ആ ഡോപ്പമിൻ ഹിറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിലെ ഈ കെമിക്കൽസിൻ്റെ ഒക്കെ ബാലൻസ് തെറ്റിക്കിടക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹാർഡ് വർക്കിൻ്റെ സമയത്ത് ഈ ഒരു 8-9 മണിക്കൂർ സമയത്ത് ബ്രെയിനിന് ചീപ്പായിട്ട് ഡോപ്പമിൻ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്യാറുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. കാരണം ഈ സെയിം മെക്കാനിസം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നീറ്റ് ആസ്പിരൻറ്റ്
എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് ഡോക്ടറായി സുഖമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് കുറേ നേരം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാലും ഈ ഡോപ്പമിൻ കയറി അത് ക്രാഷായി അവസാനം തുടക്കത്തിലുണ്ടായിരുന്ന മോട്ടിവേഷൻ പോലും ഇല്ലാതാവും. സോ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ മൈൻഡ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജങ്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ വരുമ്പം ഓർക്കണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 5% കാര്യം. 95% കൂടുതൽ ഫെയിലാകാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിക്കാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം അതിലെ ഈ 95% പെടുമോ അതോ ടോപ്പ് 5% പെടുമോ അല്ലെങ്കിൽ ടോപ്പ് 2%-ലൊക്കെ പെടുമോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്മോൾ ചോയ്സസ് യു മേക്ക് ത്രൂ ഔട്ട് ദ ഡേ. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോണ്ട് ബി പാസീവ് ആൻഡ് ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക്. അത് ക്ലാസ്സിലാണെങ്കിലും ശരി, സ്വന്തമായിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, നിങ്ങൾ വേറെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സമയം തയ്ക്കാൻ വേണ്ടിയോ ചുമ്മാ ബുക്കും തുറന്നിരിക്കരുത്. നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടുമ്പം അപ്പം തന്നെ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഒന്ന് എഴുന്നേറ്റ് നടന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ആരോടെയൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്തിട്ടും അങ്ങോട്ട് നീങ്ങുന്നില്ലെങ്കിൽ ആ ടോപ്പിക് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് അടുത്ത സെഷൻ്റെ സമയത്തൊക്കെ പഠിക്കാൻ സമയമുണ്ട്. അല്ലാതെ സ്റ്റക്കായിട്ട് ഒരു പോയിന്റിൽ തന്നെ നിൽക്കരുത്. ഇത് +1 ടൈമിൽ എനിക്ക് ഒരുപാട് സംഭവിച്ചതാണ്. സോ നിങ്ങൾ ആ സെയിം മിസ്റ്റേക്ക് വരുത്തരുത്. ഇപ്പോൾ ക്രാഷ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സാണ്. ക്ലാസ്സിലെ ആ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ ക്ലാസ്സും ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല. ഓരോ ക്ലാസ്സും ഓരോ ടോപ്പിക്കും ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ഓരോ സംശയം വരുന്നതും ക്ലിയർ ആക്കുക എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതും ആരെങ്കിലും വന്ന് ശരിയാക്കി തരുമെന്ന് വിചാരിച്ചിരിക്കരുത്. ഇനി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് പഠിച്ച് ക്ലിയർ ആകാത്ത ചാപ്റ്റേഴ്സും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ എക്സാംസ്, ഇതൊക്കെ ഈ സമയത്ത് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡിസ്ട്രാക്ഷൻസ് ആണ്. അത് ചെറുതും വലുതുമായിട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ ഡിസ്ട്രാക്ഷനും നമ്മൾ മുൻകൂട്ടി കണ്ട് അത് അവോയ്ഡ് ചെയ്യണം. അത് ചിലപ്പോൾ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി എൻവയൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും വലിയ ഡിസ്ട്രാക്ഷൻ ആകാം. എന്താണെങ്കിലും അത് പഠിത്തത്തെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മാനേജ് ചെയ്യുക. അപ്പോൾ ഓവറോൾ ഈ ഒരു ഹാർഡ് വർക്ക് പാർട്ടിൻ്റെ ഉദ്ദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു 8 to 9 hours ആണിത്. ഇത്രയും സമയം ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈ ഒരു പാർട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ബ്രേക്ക് എടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയും സ്നാക്സും എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അവിടെ ശ്രദ്ധിക്കണം, അത് കൂടിപ്പോയാൽ പ്രശ്നമാവും. മൂന്നാമത്തെ പാർട്ടിന് മുമ്പുള്ള ഈ ബ്രേക്കിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യുക, മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും കുറച്ച് നേരം എക്സർസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് കളിക്കാം, അല്ലെങ്കിൽ ഒരു പവർ നാപ്പ് എടുക്കാം. യൂട്യൂബിൽ 10-20 മിനിറ്റ് നീളമുള്ള NSDR വീഡിയോസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് പേഴ്സണലി എനിക്ക് എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. പിന്നെ അലക്കും കുളിയൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യാം. ഇങ്ങനെ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ 3rd പാർട്ടിലോട്ട് കയറുകയാണ്, കൺസോൾട്ടേഷൻ. മുമ്പത്തെ പാർട്ട് വെച്ച് നോക്കുമ്പം ഇത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കണം. അത്രയും തന്നെ ഇൻറ്റൻസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ടൈമിൽ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എടുത്ത് പഠിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഈ സമയം ഉപയോഗിക്കുക. പിന്നെ രാവിലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ ഒരു 30 minutes മാറ്റി വെക്കുക. പ്ലസ് നമ്മൾ രാവിലെ പഠിച്ച് പെൻഡിങ് വന്ന പോർഷൻസ് ഉണ്ടാവും, അതൊക്കെ ഒരു പഠിക്കാൻ വേണ്ടി ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂർ മാറ്റി വെക്കുക. ഈ കൺസോൾട്ടേഷൻ പാർട്ട് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറവാണെന്ന് വിചാരിക്കരുത്. ഈ ഒരു പാർട്ടും കൂടെ നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു ഫുൾ ഡേ സക്സസ്ഫുൾ ആവുകയുള്ളൂ. സോ ഓരോ ദിവസത്തെയും നിങ്ങളിങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ആ 3 പാർട്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുമ്പോട്ട് പോവുക. പതുക്കെ നിങ്ങളുടെ കൺസിസ്റ്റൻസി എഫിഷ്യൻസി ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ആദ്യത്തെ ദിവസങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ കെമിക്കൽസ് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. ബട്ട് ഒരു 1 week ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്തോ എന്നുള്ളത് നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ പഠിത്തത്തിൻ്റെ റിതം എന്ന ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ പ്ലാനിലോട്ട്, നിങ്ങളുടെ ടൈം ടേബിളിലോട്ട് അപ്ലൈ ചെയ്ത് നോക്ക്. ആൻഡ് ടെൽ മീ ഇഫ് ഇറ്റ് വർക്ക്സ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ ഡോപ്പമിനെ കുറിച്ചാണ്. അതിനുശേഷം ഒരു Q&A വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ടുകളും ഈ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.